സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണിൻ്റെ കയ്യിൽ ചന്ദ്രശേഖരൻ സമ്മാനമായിട്ട് കൊടുത്ത സ്വർണത്തിൻ്റെ ചെയിൻ കിടക്കുന്ന കണ്ടിട്ട് ഗൗതമിനാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുവാണ്. ഗൗതമിന് അച്ഛൻ്റെ സമ്മാനമായിട്ടുള്ള ആ ചെയിൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നുവാണ് കേട്ടോ. അങ്ങനെ ഗൗതം വരുണിൻ്റെ അരികിൽ വന്നിരുന്ന് അത് അച്ഛൻ തനിക്ക് തരാത്തത് പരാതി പോലെ വരുണിനോട് പറയുവാണ്. ഈ സമയം അത് കേൾക്കുന്നതും വരൻ പറയണേ, അതിനെന്താടാ, എനിക്കല്ലെങ്കിലും ഈ ചെയിൻ ഇടണമെന്നൊന്നും തീരെ താല്പര്യമില്ലാഞ്ഞു. പിന്നെ ചെറിയച്ച സ്നേഹത്തോടെ തന്നെയല്ലേ, കുറച്ച് നേരമെങ്കിലും ഇടെന്ന് പറഞ്ഞ് ചെറിയച്ച നിർബന്ധിച്ചു. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ. ഇതേ എന്നെക്കാളും ചേരുന്നത് നിൻ്റെ കൈക്ക് തന്നെയാണ്. നീ ആ കൈങ്ങി നീട്ടിയേ, ഞാൻ അതിട്ട് തരാം. അയ്യോ അതൊന്നും വേണ്ടേട്ടാ, നീ ഞാൻ പറയുന്നത് കേൾക്കും. അങ്ങനെ പറഞ്ഞ ഗൗതമിൻ്റെ കയ്യിൽ ആ ചെയിൻ അണിയിക്കുവാണ് കേട്ടോ. ഇപ്പോഴാണ് ഇത് കൃത്യസ്ഥലത്തെത്തിയത്. അല്ലെങ്കിലും നിനക്ക് അർഹതപ്പെട്ടത് നിനക്ക് തന്നെ കിട്ടുവാടാ. ഈ സമയം ഗൗതത്തിനാണെങ്കിൽ ഒത്തിരി സന്തോഷമാകുക. ഗൗതം പറയണേ, അഭിനേട്ടാ, ഞാനിത് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതാണെന്ന് അച്ഛൻ അറിയണ്ട. ശരി ശരി. അങ്ങനെ ഗൗതം സന്തോഷത്തോടുകൂടി അവിടെ നിന്നും പോകുവാണ്. ഇതേ സമയത്തായിരിക്കോട്ടോ ആ കുറുവാ സംഘം വരുണിൻ്റെ വീടിൻ്റെ മുമ്പിലെത്തുന്നത്. അങ്ങനെ അവർ അകത്തേക്ക് കയറാൻ വേണ്ടി പ്ലാൻ നടത്തുവാണ്. അതിനായിട്ട് പിന്നാമ്പുറത്തുള്ള വാതിലിൽ കൂടി അകത്ത് കയറാൻ വേണ്ടി അവർ ഒരു മരക്കഷ്ണമൊക്കെ എടുത്ത് വാതിൽ കുത്തി തുറക്കുവാണ്. അങ്ങനെ അവർ അകത്തേക്ക് എത്തുവാണ് കേട്ടോ. അകത്തെത്തുന്നതും അവർ കാണുന്നത് ചെയിൻ അണിഞ്ഞു നിൽക്കുന്ന ഗൗതമിനെയാണ്. അങ്ങനെ ഗൗതമിൻ്റെ കയ്യിൽ ആ ചെയിൻ കാണുന്നതും അവനെ തന്നെയാണ് തട്ടേണ്ടതെന്ന് അവർ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് ഗൗതമിനെ വട്ടം ചുറ്റി ആക്രമിക്കുകയാണ്. ഈ സമയം ഗൗതമാണെങ്കിൽ ആകെ അങ്ങ് പേടിച്ചു പോകുക. ആരാ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞ് അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരിൽ ഒരാൾ വന്ന് ബാക്കിൽ കൂടി വന്ന് ഗൗതമിൻ്റെ തല കടിച്ച് വീഴ്ത്തുവാണ്. ഈ സമയം ഗൗതം വെച്ച് ഉണ്ടാക്കുവാണ് കേട്ടോ. അങ്ങനെ താഴെ നിൽക്കുന്ന വരുൺ ഈ ശബ്ദം കേട്ട് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. ഇതേസമയം ആ കുർബാ സംഘത്തിലെ ആൾക്കാരാണെങ്കിൽ ഗൗതമിനെ അവിടെയുള്ള അടുത്തുള്ളൊരു റൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് വാതിലടക്കുവാണ്. എന്നിട്ട് അവർ പമ്മി ഓരോ റൂമിലേക്കും പോകുകയാണ് കേട്ടോ. ഈ സമയം വരുണകത്ത് വന്ന് വാതിലെല്ലാം ലോക്കലിൽ നിന്ന് പരിശോധിക്കുകയാണ്. വരുണാണെങ്കിൽ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ വരുണപ്പം തന്നെ പോലീസിൽ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമായിരിക്കും അവിടെ. ഈ സമയം ആ ഗുണ്ടകൾ നേരെ ചെല്ലുന്നത് ഉർവശിയുടെ റൂമിലേക്കാണ്. അവരെ കാണുന്നതും ഉർവശിയാകെ ഭയന്ന് പോകുവാണ്. അന്നേരം അവർ പറയണേ, ഒച്ച വെക്കരുത്, മര്യാദക്ക് കയ്യിലും കഴുത്തിലുള്ള എല്ലാ സ്വർണ്ണവും ഊരുത്താം. അങ്ങനെ പേടിച്ച് പറിച്ച് കയ്യിലെയും കഴുത്തിലെ എല്ലാ സ്വർണ്ണവും ഉർവശി ഊരി കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ എല്ലാ സ്വർണ്ണവും ഊരി വാങ്ങിച്ചതിന് ശേഷം അവരടുത്ത റൂമിലേക്ക് പോകുവാണ്. ഈ സമയം ഉർവശി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക. അയ്യോ ഓടി വരണേ, ഏട്ടാ വരുൺ ഓടി വായോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിച്ചു വരുത്തുവാണ്. അങ്ങനെ ഉർവശിയുടെ കരച്ചിൽ കേട്ടിട്ട് പരമേശ്വരനും പത്മിനി മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരിക. എന്താ 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 പറ്റിയത്? അന്നേരം ഉർവശി കരഞ്ഞുകൊണ്ട് പറയണേ, ഇവിടെ ആരോ വന്നിരുന്നു, അവരെന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണവും പണമൊക്കെ എടുത്തുകൊണ്ട് പോയി. ഈ സമയം വരണം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇക്കാര്യം അറിയുന്നതും വരൻ പറയണേ, എനിക്കും വീട്ടിലാരോ കയറുന്ന സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ ഈ ഗുണ്ടകൾ നേരെ തന്നെ സൂര്യയുടെ റൂമിലേക്ക് ചെല്ലുന്നത്. ഈ സമയം സൂര്യ ഫോണിൽ ഗെയിമോ മറ്റോ കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ ഇവർ വന്ന് സൂര്യയുടെ വാപത്ത് പിടിപ്പിക്കുവാണ്. എന്നിട്ട് അലമാര തുറന്ന് അലമാരിൻ്റെ അകത്തുള്ള സ്വർണ്ണവും പണമൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഈ സമയം സൂര്യയാണെങ്കിൽ അവരുടെ കൈ തട്ടിമാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വരണമെന്നും വിളിച്ച് ഒച്ചത്തിൽ നിലവിളിക്കുവാണ്. ഈ സമയം പൂജാമുറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രാധിക ഏട്ടൻ്റെ ആ ഒരു കരച്ചിൽ കേട്ട് അവിടെ നിന്ന് എണീക്കുവാണ്. ഈ സമയം വരുണും അങ്ങോട്ടേക്ക് ഓടി ചെല്ലുമ്പോൾ കാണുന്നത് സൂര്യയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗുണ്ടകളെയാണ് കേട്ടോ. അങ്ങനെ വരുണും അവരുമായിട്ട് ഫൈറ്റ് നടക്കുവാണ്. വരുൺ ഗുണ്ടകളെയൊക്കെ അടിച്ചിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് പരമേശ്വരനും പത്മിനിയും ഉർവശിയും മുത്തശ്ശിയും അവരെല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. രാധികയും ഓടി വന്ന് വരുണിനെ ഗുണ്ടകൾ ആക്രമിക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ പരമേശ്വരനും പത്മിനിയൊക്കെ തടഞ്ഞ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഗുണ്ടകൾ അരികിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അവർ വരുണിനെ കൈകാര്യം ചെയ്യുവാണ്. ഈ സമയം ഒരു ഗുണ്ട വരുണിനെ കത്തി വെച്ച് കുത്താനായിട്ട് കത്തിയും എടുത്ത് വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുക. ഈ സമയം സൂര്യ എണീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സൂര്യക്ക് പറ്റുന്നില്ല കേട്ടോ. അതേസമയം രാധികയാണെങ്കിൽ അവിടെ ഇരിക്കുന്നൊരു തടിക്കഷ്ണം എടുത്ത് അതിലെടുത്തൻ്റെ തലക്കിട്ടടിക്കുവാണ്. അങ്ങനെ തലക്കിട്ടടിച്ച് അയാളെ വീഴ്ത്തുവാണ് കേട്ടോ. ഈ സമയം ആ ഗുണ്ടകളുടെ എല്ലാ ശ്രദ്ധ രാധികയുടെ മേത്തേക്ക് തിരിയുവാണ്. അങ്ങനെ ഒരു ഗുണ്ട രാധികയുടെ കൈ വന്ന് പിന്നിലൂടെ കെട്ടി രാധികയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുവാണ് കേട്ടോ. ഇതേസമയം തടയാൻ പോയ വരുണിനെ അവരെല്ലാവരും കൂടി അടിച്ചൊതുക്കുവാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് കൽപ്പനയും പ്രിയങ്കയൊക്കെ ഓടി വരുവാണ് കേട്ടോ. ചന്ദ്രശേഖരനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ എന്താ ഇവിടെ നടക്കുന്നത്? വിടടാ, വരുണിനെ വിടടാ എന്നും പറഞ്ഞ് ചന്ദ്രശേഖരൻ അവരെ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ ചന്ദ്രശേഖരനും അടി വാങ്ങുവാണ് കേട്ടോ. ഈ സമയം ഒരു ഗുണ്ട രാധികയ്ക്ക് നേരെ കത്തിയുമായിട്ട് പോകുവാണ്. അന്നേരം അത് കണ്ട് എല്ലാവരും അങ്ങ് ഭയന്ന് നിൽക്കുകയാണ് കേട്ടോ. പ്രിയങ്കക്കും കൽപ്പനയ്ക്കും ആ കാഴ്ച കൊണ്ട് സന്തോഷമാകുക. ഇന്നത്തോടെ ഇവളുടെ ശല്യം തീരും എന്നും പറഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് കൽപ്പനയും പ്രിയങ്കയും. ഈ സമയം ആ ഗുണ്ടകൾ രാധികയുടെ നേർക്കെടുക്കുന്നത് കണ്ട് വരുണിനാണെങ്കിൽ അവിടെ നിന്ന് ചലിക്കാൻ പോലും പറ്റുന്നില്ല. വരുണിനെ അവർ പിടിച്ച് വലിച്ചു വെച്ചിരിക്കുവാണ് കേട്ടോ. എടാ അവളൊന്നും ചെയ്യരുത്, അവളെ വെറുതെ വിട് എന്നൊക്കെ പറഞ്ഞ് വരണം അവിടെ നിന്ന് കരയുന്നുണ്ട്. ഈ സമയം സൂര്യൻ പറയണേ, അവളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരോട് പറയുന്നുണ്ട്. എന്നാൽ അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ രാധികയുടെ വയറ്റിലേക്ക് കത്തി കുത്തി ഇറക്കാനായിട്ട്
അയാളെ കൈയും കൊണ്ട് വരുമായിരിക്കും. ഈ സമയം ഭഗവാൻ ശ്രീകൃഷ്ണനെയും കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഗുണ്ടയുടെ കൈ കയറി പിടിച്ച് തടയുവാണ് സൂര്യ. ഈ കാഴ്ച കൊണ്ട് എല്ലാവരും അങ്ങ് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ്. രാധികയും പെട്ടെന്ന് തിരിയുമ്പോൾ കാണുന്നത് ആ ഗുണ്ടയുടെ കൈ തടഞ്ഞുകൊണ്ട് വീൽ ചെയറിൽ നിന്ന് എണീക്കുന്ന സൂര്യനെയാണ്. ഈ കാഴ്ച കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുവാണ് കേട്ടോ. വരുണിനൊക്കെ ഒത്തിരി സന്തോഷമാകുക. ഇതുകൊണ്ട് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നറിയാതെ കിളിപാറി നിൽക്കുവാണ് പ്രിയങ്കയും കൽപ്പനയും. അങ്ങനെ സൂര്യ വീൽ ചെയറിൽ നിന്ന് എണീറ്റ് കാലുകൊണ്ട് ആ ഗുണ്ടകളെ ചവിട്ടി ഒതുക്കുവാണ്. ഇത് കണ്ട് വരുണും ഒത്തിരി സന്തോഷമാകുവാണ്. വരുണും ആ ഗുണ്ടകളെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് വരുണും സൂര്യയും കൂടി ഒന്നു ചേർന്ന് കൈകോർത്ത് ആ ഗുണ്ടകളെല്ലാം അടിച്ചൊതുക്കുവാണ്. ഈ സമയം സൂര്യ രാധികയെ ചേർത്ത് പിടിച്ചിട്ട് പറയണേ, ആരടാ എൻ്റെ പെങ്ങളെ തൊടുന്നത് എന്നും പറഞ്ഞ് വീണ്ടും അവരെല്ലാവരെയും അടിച്ചോടുന്ന് ഓടിക്കുവാണ് കേട്ടോ. അങ്ങനെ ഗുണ്ടകളെല്ലാവരും കൂടി ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടുവാണ്. അവരുടെ പിന്നാലെ തന്നെ വരുൺ ഓടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ മുറ്റത്തേക്ക് ഇറങ്ങി ഓടി അവിടെ നിന്നും കടന്നു കളയുവാണ്. തൊട്ട് പിന്നാലെ തന്നെ പോലീസ് ജീപ്പ് കണിമംഗലത്തെത്തുവാണ്. അങ്ങനെ വരുൺ പോലീസുകാരുടെ അരികിലേക്ക് ചെല്ലുക. അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് വരുൺ പോലീസുകാരോട് പറയുവാണ്. ഇതേസമയം സൂര്യ ആണെങ്കിൽ സന്തോഷത്തോടു കൂടി അച്ഛൻ്റെ അമ്മയുടെ മുത്തശ്ശിയുടെ അരികിലേക്ക് ഓടി ചെല്ലുകയും അവരെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുക. അച്ഛാ അമ്മേ, എനിക്കിപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട്. ഈ സമയം അവർക്കൊക്കെ ആണെങ്കിൽ ആകെ സന്തോഷമാകുവാണ്. പരമേശ്വരൻ സന്തോഷത്തോട് പറയണേ, ഭഗവാന്റെ അത്ഭുതം അല്ലാതെ എന്താ പറയുക. ഐശ്വര്യം കള്ളന്മാരുടെ രൂപത്തിലാണെങ്കിലും വന്നില്ലേ. അവസാനം നമ്മളെല്ലാവരും ആഗ്രഹിച്ച കാഴ്ച കാണാൻ പറ്റിയില്ലേ. എൻ്റെ മോൻ എണീറ്റ് നടക്കുന്നു. അങ്ങനെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ സൂര്യയെ ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയം സന്തോഷം കൊണ്ട് രാധികയുടെ കണ്ണുകളും നിറയുവാണ് കേട്ടോ. അങ്ങനെ വരുൺ പോലീസുകാരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം സന്തോഷത്തോടെ മുകളിലേക്ക് ഓടി വരിക. ഏട്ടാ എന്നും പറഞ്ഞ് സൂര്യയെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ വരുണിനെ കെട്ടിപ്പിടിച്ച് സൂര്യ സന്തോഷം പങ്കുവെക്കുവാണ്. എന്നിട്ട് സൂര്യ വരുണിനോട് പറയണേ, വരുൺ നിൻ്റെ ഏട്ടനിപ്പോൾ എണീറ്റ് നിൽക്കുവാണ്. എൻ്റെ കാലുകൾക്കിപ്പോൾ നല്ല ബലമുണ്ട്. ഇതിനെല്ലാം ഞാൻ നന്ദി പറയേണ്ടത് ആരോടാണെന്നറിയോ? ദേ ഇവളോട്, എൻ്റെ കുഞ്ഞു പെങ്ങളോട്. രാധികെ, നീ കാരണോ ഞാനിപ്പോൾ നിൽക്കുന്നത്. നിൻ്റെ ഭക്തിയും പരിചരണം അതൊന്നും കൊണ്ട് മാത്രം എൻ്റെ വീട്ടുകാരും എല്ലാവരും ആഗ്രഹിച്ചതുപോലെ എനിക്കിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചത്. അതിന് ഞാൻ നിന്നോട് നന്ദി പറയുക എന്ന് പറഞ്ഞ് രാധികയുടെ മുമ്പിൽ തൊഴിൽ കൈകളോടെ നിൽക്കുവാണ് കേട്ടോ സൂര്യ. അതുകൊണ്ട് രാധിക സൂര്യയുടെ കൈ പിടിച്ചിട്ട് പറയണേ, എന്താ ഏട്ടാ ഇതൊക്കെ? ഏട്ടൻ നന്ദി പറയേണ്ടത് എന്നോടല്ല, സാക്ഷാൽ ഭഗവാനോടാ. ആ ഭഗവാൻ തന്നെയാണ് ഏട്ടനിപ്പോൾ നടത്തിയത്. അതിനുള്ള ബലം ഏട്ടന് തന്നതും ആ ഭഗവാൻ തന്നെയാണ്. എല്ലാം കൃഷ്ണൻ്റെ ഓരോ ലീലാവിലാസങ്ങളാണ്. അതൊക്കെ കണ്ട് കലി പൂട്ടി നിൽക്കുകയാണ് കൽപ്പനയും പ്രിയങ്കയ്ക്ക്. ഈ സമയം പ്രിയങ്ക കൽപ്പനയോട് ചോദിക്കണേ, അല്ല ഏട്ടത്തിയുടെ റൂമിൽ നിന്ന് സ്വർണ്ണം മറ്റു പോയിട്ടുണ്ടോ? അയ്യോ ഇല്ല, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് കൽപ്പന വേഗം തന്നെ റൂമിലേക്ക് ഓടുകയാണ് കേട്ടോ. അത് കാണുന്നത് മുത്തശ്ശി പറയണേ, അവളുടെ ഭർത്താവ് ഇവിടെ എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് അവൾക്ക് അതൊന്നും കാണാനും അറിയാനും നേരമില്ല, സ്വർണ്ണവും പണം ഉണ്ടോ എന്ന് നോക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് മുത്തശ്ശി ദേഷ്യത്തോടെ പറയുവാണ് കേട്ടോ. അത് കേട്ട് പ്രിയങ്ക ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും അവിടെ. ഈ സമയം പരമേശ്വരൻ പറയണേ, മോളെ മനസ്സ് നിറയെ ഭഗവാനെ ധ്യാനിച്ച് നീ സൂര്യക്ക് വേണ്ടി വ്രതം എടുത്തു. നിൻ്റെ ഭഗവാനോടുള്ള ആ ഭക്തിയാണ് ഇപ്പോൾ സൂര്യയുടെ ബാറ്റത്തിന് കാരണം. ഉത്തമമായ ഒരു ഭക്തി കൊണ്ട് ഏത് കാര്യവും നേടിയെടുക്കാമെന്ന് നീ തെളിയിച്ചു തന്നു മോളെ. അങ്ങനെ എല്ലാവരും രാധികയോട് നന്ദി പറയുകയും രാധികയെ പുകഴ്ത്തുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. അതൊക്കെ കണ്ട് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞു നിൽക്കുവാണ് വരുൺ. ഈ സമയം കൽപ്പന വേഗം തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണേ, എൻ്റെ റൂമിൽ നിന്ന് സ്വർണ്ണ ആഭരണങ്ങളൊക്കെ പോയി. അത് കേൾക്കുന്നതും സൂര്യക്കങ്ങ് ദേഷ്യം വരിക. സൂര്യ കൽപ്പനയോട് പൊട്ടിത്തെറിക്കണേ, ഇത് നിർത്തിക്കോണം. കുടുംബത്തിൻ്റെ അന്തസ്സിനൊത്ത് നീ സംസാരിച്ചില്ലെങ്കിലേ എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കും. അങ്ങനെ സൂര്യയുടെ ആ വാക്കുകളൊക്കെ കേട്ട് കലി പൊട്ടി നിൽക്കുകയാണ് കൽപ്പന. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്